ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറത്തൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഓട്ടട. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓട്ടടയൊക്കെ എന്താ സ്പെഷ്യാലിറ്റി അല്ലേ, സാധാരണ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ കൂടെ ചിലർക്കൊക്കെ ഒരു ഫ്ലോപ്പായി പോകുന്ന ഒന്നാണ് ഈ ഒരു ഓട്ടട. പലരും പല രീതികളിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളിങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഇന്നലെ രാത്രി വെച്ചതാണ്. അപ്പോൾ ഞാൻ രാവിലെയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചോറാണ്. അപ്പോൾ ഞാനൊരു നല്ലൊരു പിടി, ഒരു 1/2 കപ്പോളം ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ചോറില്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അധികം ഒഴിക്കണ്ട കേട്ടോ. ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം നിങ്ങൾക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം, ചോറില്ല എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇനി വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പോളം തേങ്ങ തന്നെ ഞാനിതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഏറെ ഉണ്ട്, നമുക്ക് അവസാനം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലോട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെള്ളം ഏറെ ഉണ്ടാ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് അരയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഓക്കെ ആക്കാം. പക്ഷേ ഇപ്പോൾ അത് അരയാനുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴയ പാത്രത്തിലോട്ട് തന്നെ മാറ്റുവാണ്. നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ലൂസാക്കണം, അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ചോറില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോഴാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാവ് കട്ട പിടിക്കും. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ മാവ് കട്ടയാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ചോറ് ചേർത്തതായതുകൊണ്ട് നമ്മളിപ്പോൾ തിളച്ച വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ലൂസാക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ലൂസാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് ലൂസാവരുത് കേട്ടോ. കുറേശ്ശെയായിട്ട് ചേർക്കുക, ഇതുപോലെ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു പത ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു ബബിൾസ് ഇങ്ങനെ വരുമ്പം അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഇനി ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടില്ല, 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ അധികം ഏറാൻ പാടില്ല കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓട്ടട ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഓട്ടട ചുടുന്നത് സാധാരണ അടുപ്പിൽ വെച്ചിട്ടാണ്. ഈ മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ടാണ് നമ്മളിന്ന് ഓട്ടട ചുടുന്നത്. ഇത് ചട്ടി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാലപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് ഗ്യാസുമ്മ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം, അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കത്തിച്ചു കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ദാ ഈ മുകളിൽ ഇതുപോലെ ബബിൾസ് ഇങ്ങനെ വരുവേ. ആ ബബിൾസ് വന്നതിന് ശേഷം മാത്രം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക്
തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം, എന്നാൽ മാത്രമേ ആരെടുക്കുള്ളൂ. അതുപോലെ തന്നെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് തീ കുറച്ച് കൊടുക്കാൻ വേണം, എന്നാൽ മാത്രമേ ഉള്ളു വെന്ത് കിട്ടുകയും ചെയ്യുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ആരെടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ അപ്പം. അപ്പം നമുക്ക് ഇതാ ചട്ടുകത്തിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് ഞാനൊന്ന് വേറെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം. നമ്മുടെ ഈ മൺചട്ടി അങ്ങനെ അധികം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അത്. കണ്ടില്ലേ, നമ്മുടെ ഓട്ടട ഇവിടെ റെഡിയാണ്. എല്ലാ സൈഡിലും നടുക്കും എല്ലാം നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാവേ. അപ്പോൾ നമ്മുടെ മുഴുവൻ ഓട്ടട ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കപ്പിൽ നിന്ന് ഞാനിവിടെ ഒരു 4-5 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓട്ടട ഇതുവരെ ചുട്ടിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ഇനി വിഷമിക്കണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.